പെറുവിൽ സ്വവർഗ ബന്ധത്തെ അനുകൂലിക്കുന്ന ബില്ലിനെതിരെ പ്രതിഷേധം ശക്തം. ഏതാണ്ട് 1,00,000-ഓളം പേരാണ് നീലയും പിങ്കും നിറത്തിലുള്ള കൊടികളും ബലൂണുകളുമായി പ്രതിഷേധത്തിൽ പങ്കുചേർന്നത്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്വാഭാവിക വിവാഹബന്ധവും വിവാഹത്തിന്റെ പവിത്രതയും കാത്തുസൂക്ഷിക്കണമെന്ന ആവശ്യവുമായി ക്രൈസ്തവ നേതാക്കളും രാഷ്ട്രീയക്കാരും കുടുംബങ്ങളും പ്ലാസ സാൻ മാർട്ടിനിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ഈ കഴിഞ്ഞ നവംബർ 21-നാണ് പെറുവിലെ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വിവാദ ബില്ലിന് അംഗീകാരം നൽകിയത്. 5 പേർ പങ്കെടുക്കാതിരുന്ന വോട്ടെടുപ്പിൽ 9-നെതിരെ 12 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. പ്ലീനറി സെക്ഷൻ ചർച്ച ചെയ്ത് അംഗീകാരം നൽകിയാൽ മാത്രമേ ബില്ല് നിയമമാവുകയുള്ളൂ. ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ പദവി പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്വാഭാവിക വിവാഹബന്ധത്തിന് സമാനമായ അവകാശങ്ങൾ സ്വവർഗാനുരാഗികളായ ദമ്പതികൾക്ക് നൽകുവാനാണ് ശ്രമിക്കുന്നതെന്നും ഇത് കുട്ടികളുടെ പൈതൃകാവകാശത്തെ പോലും ബാധിക്കുമെന്നും ക്രൈസ്തവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹബന്ധത്തെ മാത്രം അംഗീകരിക്കുന്ന ഭരണഘടനയിലെ 4-5 ആർട്ടിക്കിളുകൾക്ക് എതിരാണ് ഈ ബില്ലെന്ന് സംഘടനകൾ വ്യക്തമാക്കി. ബില്ലിനെ എതിർത്തുകൊണ്ട് ലിമ അതിരൂപത മെത്രാപ്പോലിത്തയും സഭാ നിയമ പണ്ഡിതനുമായ ഫാദർ ലൂയിസ് ഗ്യാസ്പറും ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണഘടനയിലെ 4-5 ആർട്ടിക്കിളുകൾ പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമേ വിവാഹബന്ധം പാടുള്ളൂ എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ടെന്ന് ഫാദർ ഗ്യാസ്പർ ചൂണ്ടിക്കാട്ടി. സ്വവർഗബന്ധത്തെ സ്വാഭാവിക വിവാഹത്തോടൊപ്പമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും അധികം താമസിയാതെ കുട്ടികളുടെ ദത്തെടുക്കൽ സംബന്ധിച്ച മറ്റൊരു ബില്ല് കൂടി അവതരിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ ആകെ ജനസംഖ്യയുടെ 76% കത്തോലിക്ക വിശ്വാസികളാണ്. ചർച്ച് ഡെസ്ക് ഷെഗീറാനോസ്.